ജീവിതത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളിലും പലപ്പോഴും ആളുകൾ അവിടെ അങ്ങ് തളർന്നു പോവുകയാണ്. എന്നിലേക്ക് പല ആളുകളും മെസ്സേജ് ഇടുമ്പോഴും ഓരോരുത്തരുടെ പ്രശ്നങ്ങളും അവർക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ടൊരു ജീവിതമില്ല, അല്ലെങ്കിൽ അതിലങ്ങ് ഏർപ്പെട്ട് നിൽക്കുന്നത് പോലാണ് അവരെല്ലാ സിറ്റുവേഷനെ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ കാണരുത് അതിനെ. നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 10 വർഷം മുമ്പ് സംഭവിച്ചൊരു കാര്യം ഇപ്പോൾ അത് നിങ്ങളിലേക്ക് ഒന്നും അലട്ടുന്നില്ല. നിങ്ങളിലേക്ക് അതിൻ്റെ ഒരു ഓർമ്മകളും അവശേഷിക്കുന്നില്ല. എല്ലാവരും ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ ഒപ്പം ആരുമില്ല, ഞാനിനി എങ്ങനെ മറികടക്കും. നിങ്ങൾക്ക് ശ്വാസമായി നിലനിൽക്കുന്ന ഇതിൽ നിലനിൽക്കുന്ന ഒരു പ്രാണൻ, അത് നിങ്ങൾ ദൈവത്തെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ആ ശക്തി ഇരിപ്പുണ്ട്. ആ ശക്തി നിങ്ങളോടൊപ്പം എന്നും കൂട്ടുകയാണ്. അത് നിങ്ങളെ ഒരിക്കലും തളർത്തില്ല. നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. അതിൻ്റെ കുറ്റബോധവും എന്തായാലും അതിൽ അലട്ടും. പക്ഷേ നിങ്ങളൊരു ട്രൂത്തായിട്ടുള്ള രീതിയിൽ പോകുകയെന്നുണ്ടെങ്കിൽ നിങ്ങളതൊരിക്കലും ബാധിക്കാൻ പോകുന്നില്ല. നിങ്ങൾ അവിടെ നിന്നും മാറും. അവിടെ നിന്നും നിങ്ങൾ മാറി വേറൊരു തലത്തിലേക്ക് എത്തും. ഇതാണ് ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഒന്നും ഒരു പ്രശ്നങ്ങളിലും തളർന്നു പോവാതിരിക്കുക. അതും മാറ്റത്തിൻ്റെയാണ്, ഒന്നും ശാശ്വതമല്ല. അതും മാറി മറിയും. പിന്നെ നിങ്ങൾക്കൊരു ശ്രേഷ്ഠനായിട്ടുള്ളൊരു ഗുരുവിനെ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ആ ഗുരു നിങ്ങളുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവും. ഗുരു നിങ്ങളുടെ ഒപ്പം ഉണ്ടെങ്കിൽ അത് തുണയാണ്. നിങ്ങളെ അത് ഏറ്റെടുത്തോളൂ. നമസ്കാരം.